സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ സ്വദേശി ഹനീഫാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത യുവാവിനെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാന്നാർ സ്വദേശിയും ഇരമത്തൂർ ഐക്കര ജംഗ്ഷൻ സമീപം വാടകയ്ക്ക് താമസിക്കുന്നയാളുമായ ഹനീഫാണ് അറസ്റ്റിലായത്. ഖത്തറിലെ AHD എന്ന കമ്പനിയിലേക്കും ഷാർജയിലെ മംഗളം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്കും ഡ്രൈവർ, സൂപ്പർവൈസർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സ്റ്റോർ കീപ്പർ, ഓട്ടോമൊബൈൽ മെക്കാനിക്ക് തുടങ്ങിയ തസ്തികകളിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ 200ഓളം പേർ തട്ടിപ്പിന് ഇരയായതായാണ് അറിയുന്നതെന്നും പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇടനിലക്കാർ വഴിയും ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി വിദേശ കമ്പനികളുടേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓഫർ ലെറ്ററുകളും മറ്റും നൽകി ഘട്ടം ഘട്ടമായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. പണം നൽകിയവർ മാസങ്ങൾ കഴിഞ്ഞിട്ടും വിസ ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ ഉടൻ തന്നെ എല്ലാം ശരിയാകും എന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായി മനസ്സിലാക്കി. ഇതിനെ തുടർന്ന് പണം നഷ്ടപ്പെട്ടവർ ഹനീഫിനെ അന്വേഷിച്ച് പലതവണ മാന്നാറിലെ വാടക വീട്ടിലെത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല. പിന്നീട് ഇവർ വീടിന് മുൻപിൽ നിലയുറപ്പിച്ചു. ഇതറിഞ്ഞ ഹനീഫ് കൂടെയുള്ള സഹായികളുടെ ഫോണിൽ നിന്നും ഇവരെ ബന്ധപ്പെട്ട് താൻ അടുത്ത ദിവസം തന്നെ നാട്ടിലെത്തുമെന്നും പണം ഉടൻ തന്നെ തിരികെ നൽകുമെന്നും പറഞ്ഞെങ്കിലും ആരും വഴങ്ങിയില്ല. പിന്നീട് ഇവരെ കേസിൽപ്പെടുത്തുമെന്നും പണം ലഭിക്കുകയില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തട്ടിപ്പിനിരയായ ആളുകൾ ഇതോടെ മാന്നാർ പോലീസിനെ സമീപിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. മുമ്പാണ് ഞാൻ ഇയാളെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ ഷാർജയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മളായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ എന്നോടന്ന് പറഞ്ഞത് ഒക്ടോബർ 22-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കുന്നത്. അന്ന് 50,000 രൂപയാണ് നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം എന്നോട് പറഞ്ഞു നവംബർ 7-ാം തീയതി ഇതേപോലെ നമുക്ക് കയറി പോകാം, എല്ലാ കാര്യങ്ങളും സെറ്റാണെന്നാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നവംബർ 7-ാം തീയതി അപ്പോൾ ഇയാൾ പറഞ്ഞ് കുറച്ച് ലാഗ് ഉണ്ട്, അവിടെ കുറച്ച് പ്രശ്നമായിട്ടൊക്കെ ഇരിക്കുക, അതുകൊണ്ട് ഉടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അല്ല വന്നപ്പോഴാണ് കുറച്ച് എനിക്ക് ചെറിയ സംശയം തോന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മളിതുപോലെ സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇയാൾക്ക് നേരത്തെയും കേസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. എന്റെ മോനെ ജോലിക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാണ് 1,26,000 രൂപ മേടിച്ചേക്കുന്നത്. ഇന്നുകൊണ്ട് ഇപ്പൊ 1.5 വർഷമായി. ഇന്ന് കൊണ്ടുവന്ന് നാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ലാസ്റ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ പൈസ എല്ലാം തിരിച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. പക്ഷെ ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഞങ്ങളുടെ നിന്ന് മൊത്തം 77,000 രൂപ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലിശക്കെടുത്താണ് ഈ പുള്ളിക്ക് പൈസ കൊടുത്തത്. പുള്ളി പറഞ്ഞ 1 മാസത്തിനുള്ളിൽ കയറി പോകുന്ന പറഞ്ഞ ദിവസത്തിലാണ് നമ്മൾ പലിശക്ക് എടുത്ത് കൊടുത്തത്. ആ പലിശ ഞങ്ങൾ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം പലിശ അടച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ അപ്പൊ ഞങ്ങൾക്കിപ്പോ 1.5 ലക്ഷം രൂപ ചെലവുള്ളിടത്ത് ഞങ്ങൾക്ക് ആകെ തന്നേക്കുന്ന റെസിപ്റ്റ് 70,000 77,000 ആകെപ്പാടെ റെസിപ്റ്റ് തന്നേക്കുന്നത്. 27,000 രൂപ ശമ്പളത്തിന് ജോലി ചെയ്തിട്ടിരുന്ന പിള്ളേര് 15 ദിവസിക്കാൻ ഗൾഫിന് വിടാമെന്നും പറഞ്ഞ് ഇവര് വരുത്തിയിട്ട് ഇപ്പൊ പൈസ അത് കഴിഞ്ഞ് ഓരോ തവണ ഓരോ ആഴ്ചയിലും ഇങ്ങനെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനാണ് വിസ ഉണ്ട്, ടിക്കറ്റ് ഉണ്ട്, ഇതിനാണെന്ന് പറഞ്ഞ് പൈസ ഇങ്ങനെ മേടിച്ചോണ്ടിരുന്ന ഇത്രയും 1 ലക്ഷത്തി ഈ ഏജന്റ് കൊടുത്ത കൂട്ടി 1,32,000 രൂപ കൊടുത്തിട്ടുണ്ട്. ചെന്നിത്തല സ്വദേശി ജിതിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത മാന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി ഉപയോഗിച്ചിരുന്ന ആഡംബര കാറും പുതിയ റോയൽ എൻഫീൽഡ് ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടാതെ പ്രതി താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെയും മാന്നാറിലെയും വാടക വീടുകളിൽ നിന്നും നിരവധി ആളുകളുടെ പാസ്പോർട്ടുകളും ഓഫർ ലെറ്ററുകളും വ്യാജരേഖകൾ തയ്യാറാക്കിയിരുന്ന പ്രിന്ററും പോലീസ് കണ്ടെടുത്തു. മാന്നാർ പോലീസ് സബ് ഇൻസ്പെക്ടർ അഭിരാം CS, ഗ്രേഡ് SI സുദീപ്, ASI റിയാസ്, സീനിയർ CPOമാരായ സുധീഷ്, അജിത്ത്, CPOമാരായ ഹരിപ്രസാദ്, അഭിരാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതി പിടിയിലായതറിഞ്ഞ് തട്ടിപ്പിനിരയായ നിരവധി പേരാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഇയാൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.